സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയ അർത്ഥവിചാരത്തിൽ 13ാമത്തെ ദശകത്തിലെ 4 ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 5ാമത്തെ ശ്ലോകം ഗതോന്മർദ്ദേ തത്മിൻ തവ ഖലു ഗദായാം ദിദിബിവോ ഗദാഘാതാത് ഭൂമൗ ജഡിതി പതിതായാമഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ എന്നാണ്. ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിലുള്ള യുദ്ധം കാണാനുള്ള ഔത്സുക്യം കൊണ്ട് ദേവന്മാർ പലവരും ആകാശത്ത് വന്നു ചേർന്നിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പായി ഇവനെ വധിക്കണം എന്ന് ദേവന്മാർ ഭഗവാനെ ഓർമ്മിപ്പിച്ചു. സന്ധ്യ ആയാൽ പിന്നെ അസുരന്മാർക്ക് ശക്തി കൂടുന്ന കാലമാണ്. ഭഗവാൻ പരാജയപ്പെടുന്നില്ല, എന്നാലും അതിനെ ഓർമ്മിപ്പിക്കുക ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെയൊക്കെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. അത് ഭഗവാൻ അറിഞ്ഞിട്ടാണെങ്കിലും തങ്ങളുടെ കടമ ചെയ്യുക എന്നുള്ള നിലയ്ക്ക്. ഇപ്പം ഗതോന്മർദ്ദേ തത്മിൻ തവഖലു ഗദായാം ദിദിഭിവോ ഗദാഘാതാത്. ദിദിഭുവൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യാക്ഷൻ. എങ്ങനെയാണ് അർത്ഥം വരുന്നത്? ദിതി എന്ന് പറഞ്ഞാൽ അസുരമാതാവ്. ദിതിയുടെ മക്കളൊക്കെ അസുരന്മാർ, അതിഥിയുടെ മക്കളൊക്കെ ദേവന്മാരുമാണ്. അപ്പം ഇവിടെ ദിദിഭുവൻ എന്ന് പറഞ്ഞാൽ ദിതി സുധൻ, അപ്പോൾ ഹിരണ്യാക്ഷൻ. ദിദിഭുവോ ഗദാഘാതാത് എന്ന് പറഞ്ഞാലോ ഹിരണ്യാക്ഷൻ്റെ ഗദാഘാതം കൊണ്ട്, ഹിരണ്യാക്ഷൻ്റെ ഗദയുടെ ആഘാതം ഏറ്റിട്ട്. ഗദ ആഘാതാത് എന്ത് സംഭവിച്ചു? തവഖലു ഗദായാം ഭൂമൗ പതിത. അങ്ങയുടെ ഗദ നിലത്ത് വീണു. ഹിരണ്യാക്ഷൻ്റെ ഗദാഘാതം ഏറ്റ അങ്ങയുടെ ഗദ നിലത്ത് വീണു. ദിദിഭുവോ ഗദാഘാതാത് തവ ഗദായാം ഭൂമൗ നിപതിത. അങ്ങയുടെ ഗദയാവട്ടെ നിലത്തെ ഭൂമൗ ഭൂമിയിൽ വീണു. ഗതോന്മർദ്ദേ ആ ഗദായുദ്ധത്തിൽ ദിദിഭുവോ ഗദാഘാതാത്. ദിഭുവൻ ഹിരണ്യാക്ഷൻ, ഹിരണ്യാക്ഷൻ്റെ ഗദാഘാതം ഏറ്റ് തവ ഗദായാം ഭൂമോ നിപതിത. അങ്ങയുടെ ഗദ ഭൂമിയിൽ വീണു. ഗതോന്മർദ്ദേ തത്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമോ ചെടുതി പതിതായാം അഹബോ. ഇവിടെ അഹഹ എന്ന് കാണിച്ചത് അത്ഭുതം. എങ്ങനെ ഭഗവാന് പരാജയം ഉണ്ടാവുക? ഭഗവാന് പരാജയം ഉണ്ടായി ഗദ താഴ്ത്ത് വീണത് കൊണ്ട് എന്ന് അന്തിമ പരാജയമൊന്നും അല്ലത്. ഈ വോട്ടിങ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ശത്രുക്കൾ നമ്മളൊരു ഭാഗത്താണെന്ന് കൂട്ടാം, ഏതൊരു ഭാഗത്ത് എതിരാളികൾക്ക് കൂടുതൽ വോട്ട് ലീഡിങ് വരും ഇല്ലേ? അവരാണല്ലോ മുന്തിയിരിക്കണത് എന്ന് പറയും 10,000 വോട്ടിന്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഇതങ്ങനെ നേരെ തിരിയുകയും ചെയ്യും എന്ന പോലെ അവിടെ. പിന്നെ നോക്കുമ്പോൾ കാണാം ആ ഭൂരിപക്ഷം കുറഞ്ഞ് ഓവർടേക്ക് ചെയ്ത് നമ്മുടെ കക്ഷി ഏതോ ആവട്ടെ, നമ്മുടെ കക്ഷി കാണാം ഓവർടേക്ക് ചെയ്യണം. അതേപോലെ ഇവിടെ ഒരിക്കൽ ഗത വീണൂന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പരാജയപ്പെടാനൊന്നും അല്ല പോകുന്നത്. അപ്പോൾ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. അത് വലിയൊരു കാര്യമാക്കി എടുക്കാതെ മൃദുസ്മേര ആസ്യസ്ത്വം. ആസ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മുഖം എന്നർത്ഥമാണ്. ചെറിയ പുഞ്ചിരിയോട് കൂടിയുള്ളതായ ഭഗവാന്റെ മുഖം. മൃദുസ്മേര ആസ്യ. ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് ഭഗവാൻ അതിനെ സാരമായി ഗണിക്കാതെ എന്ത് ചെയ്തു? മഹാചക്രം സ്മൃത്വ. എല്ലാറ്റിനും മറുമരുന്ന സുദർശന ചക്രം. സുദർശന ചക്രം മന്ത്രമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വേണ്ട പോലെ പഠിച്ചനുഷ്ഠിച്ച് ജപിച്ചാൽ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും തീരും എന്നാ പറയുക. കടബാധ്യതയാവട്ടെ, രോഗമാവട്ടെ, ശത്രു വിഷമാവട്ടെ, എല്ലാം അതുകൊണ്ട് മാറും. മഹാചക്രം. ഇപ്പോൾ സുദർശനം എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയില്ല, വിഷ്ണു തന്നെയാണത്.
ഒരായുധമൊന്നും അല്ല എന്നർത്ഥം, അത് ഭഗവാൻ തന്നെയാണ്. സുദർശന ചക്രം ഹോമം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണത്? ഭഗവാന്റെ മന്ത്രമാണ് ചെല്ലണത്. ചക്രത്തിനായിട്ടൊരു മന്ത്രമൊന്നുമില്ല, ഒക്കെ വിഷ്ണുവിനെ കുറിച്ചാണ് സ്തുതിക്കുന്നത്. അപ്പോൾ മഹാചക്രം സ്മൃത്വ, ഇനി ഇതിലും ഇതൊന്നുമില്ല ദർശനം കൊണ്ട് അതിനെ കയ്യിലങ്ങോട്ട് സ്മരിച്ചു. എൻ്റെ പണി ഇപ്പം നിർത്തി കൊടുക്കാം. കരഭൂപി ദധാനോ, സ്മരിച്ചപ്പോഴേക്ക് അതവിടെ എത്തി, കയ്യിലങ്ങനെ ശോഭിച്ചു മഹാചക്രം. ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഭഗവാൻ ചക്രത്തെ സ്മരിച്ചു. മൃദുസ്മേര ആസ്യ, മുഖത്തോടുകൂടി. ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം. ധനുജകുല നിർമൂലന ചണം എന്ന് പറഞ്ഞ വിശേഷണം, ചക്രത്തിൻ്റെ വിശേഷണം. എന്താ ചക്രത്തിൻ്റെ പ്രത്യേകത? സകല അസുരന്മാരെയും അതില്ലാണ്ടാക്കും. അത് പ്രയോഗിച്ചിട്ടുള്ള ഒരസുരനും ബാക്കി ജീവിച്ചിട്ടുണ്ടായിട്ടില്ല. അതാണ് ജനുജകുല നിർമൂലന ചണം. ധനുജകുലം അസുരകുലം, അസുരകുലത്തെ നിർമൂലനം ചെയ്യുക. അതിന് പ്രാപ്തമായ ആ ചക്രത്തെ സ്മരിച്ചു. കയ്യിൽ ആ ചക്രം വരികയും ചെയ്തു, അത് ശോഭിക്കുകയും ചെയ്തു എന്നാണ്. ചക്രം കണ്ടപ്പോൾ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? തതശൂലം കാലം പ്രതിമരുഷി ദൈത്യേ വിസൃജദൈത്വേ ചിന്ത്യത്തേന കരകലിത ചക്രപ്രഹരണോത് സമാരുഷ്ടോ മുഷ്ട്യ സഖലു വിദുദം ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയിൽ ജഗന്മോഹനകരി. പിന്നെ തൻ്റെ കയ്യിലുള്ളത് എന്താ പറയുക? ഒരു ശൂലാണ് ഹിരണ്യാക്ഷൻ്റെ കയ്യിൽ. ഒരു ഗതിയുണ്ട്, പിന്നെ ഒരു ശൂലമുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും അവൻ്റെ കയ്യിലില്ല. ഭഗവാനോടൊക്കെ ഉള്ള സാധനങ്ങളും എല്ലാം ഉണ്ടായിട്ട് വേണ്ടേ, കോപ്പ്. പിന്നെ ഒരു ശൂലം എവിടുന്നോ സമ്പാദിച്ചിട്ടുണ്ട്. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ, കാലസമാനനായ അന്തകനെ പോലെ ക്രോധം പൂണ്ടു ഹിരണ്യാക്ഷൻ. ക്രുദ്ധനായിക്കൊണ്ട് കാലപ്രതിമ ഋഷി, കാലന് സമാനം ദേഷ്യം വന്ന് ക്രോധം പൂണ്ട് എന്തു ചെയ്തു? ചിന്ത്യത്തേന കരകലിത ചക്രപ്രകരണോട്ട്, ശൂലം കയ്യിലെടുത്തു, ഏന്തി. വിസൃജതി കയ്യിലെടുക്കുക, ഏന്തുക. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ത്വയി ചിന്ത്യത്തെ തത്കരകലിത ചക്രപ്രകരണോട്ട്, ആ ചക്രം കൊണ്ട ശൂലത്തിനെ കഷ്ണാക്കി. ശൂലം മുറിഞ്ഞ് കഷ്ണമായി. ഞാൻ പ്രയോഗിക്കാൻ പറ്റുമോ? ത്വയി ചിന്ത്യത്തേന ഛേദിച്ചു. എന്തുകൊണ്ട്? കരകലിത ചക്രപ്രകരണോ, കയ്യിലില്ലാത്ത വെട്ടിത്തിളങ്ങുന്ന സുദർശന ചക്രം കൊണ്ട് ആ ശൂലത്തെ ഛിന്ന ഭിന്നമാക്കി മാറ്റി ഭഗവാൻ. സമാരുഷ്ടോ മുഷ്ടിയാ സകല വിരുദ്ധം ത്വാം സമതനോണ്ട്. അപ്പം ക്രോധിച്ചിട്ട് ഹിരണ്യാക്ഷൻ തൻ്റെ മുഷ്ടിയാണ് പ്രയോഗിച്ചു. കയ്യിലെ മുഷ്ടി ഉണ്ടല്ലോ, വേറെ ആയുധമൊന്നുമില്ലെങ്കിലും മുഷ്ടി മതി തനിക്ക് എന്ന അഹങ്കാരം കൊണ്ട് സ്വമാരുഷ്ടോ മുഷ്ടിയ, തൻ്റെ മുഷ്ടി കൊണ്ട് വിദിതം ത്വാം, അല്ലെ ഗുരുവായൂരപ്പ അങ്ങയെ ഇടിച്ചു. ഗളന്മായ ത്വയിക്കില ജഗന്മോഹനകരി, മുട്ടി ചുരുട്ടി വേദനപ്പെടുത്തി. അതോടുകൂടിയിട്ട് എന്തു ചെയ്തു? ചില മായാവിദ്യകൾ പ്രയോഗിച്ചു. നേരായ മാർഗത്തിൽ ജയിക്കാൻ കഴിയില്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യും? വളഞ്ഞ വഴി പ്രയോഗിക്കും, അല്ലേ? നേരാവണ മാർഗത്തിൽ എതിരാൻ പറ്റില്ലെങ്കിൽ വളഞ്ഞ വഴി, ചതി എന്നൊക്കെ ഇന്നത്തെ ലോകത്തിൽ പറയുമ്പോൾ ചതിന്നാവാം. ഇവിടെ എന്തേ മായ, ചില അസ്ഥികൾ ഇങ്ങനെ വരിക, പർവ്വതങ്ങൾ ഇങ്ങനെ വരിക, ഇതൊന്നും ഇല്ലാത്തതാണ്. അതുണ്ട് എന്ന് തോന്നിക്കുന്നതാണല്ലോ മായ. ഇല്ലാത്തതുണ്ട് തോന്നിച്ചാൽ തന്നെ മായ. മായാസമ്പർക്കം ഏൽക്കാത്ത ഏതെങ്കിലും മായ ഉണ്ടോ ഭഗവാനിൽ? ഏൽക്കണു. ഭഗവാൻ അതിലും വലിയ മായാവിയാണ്. ഈ പ്രപഞ്ചം തന്നെ മായയാണ്. ആ മായ ഉണ്ടാക്കിയ ആളാണ് ആര്? ഭഗവാൻ. ആ ഭഗവാനിൽ നിസ്സാരമായ തൻ്റെ ചെപ്പടി വിദ്യ എന്ന് പറയാവുന്ന മായ പ്രയോഗിച്ചു. ആ മായയിൽ ആരെ മോഹിക്കാൻ പറ്റും? ജഗന്മോഹനഗരി. ലോകത്തിലുള്ളവർ ചിലപ്പോൾ പെട്ടു എന്ന് വരാം, നമ്മളെപ്പോൾ ഭഗവാൻ ഉണ്ടോ അതിൽ പെടുന്നു. ജഗന്മോഹനഗരി, ലോകത്തെ മോഹിപ്പിക്കുന്ന അവൻ്റെ ചെപ്പടി വിദ്യ എന്ന് പറയാവുന്ന വിധത്തിലുള്ള നിസ്സാരമായകൾ ഭഗവാന്റെ മുമ്പിൽ അതൊന്നുമല്ല എന്നർത്ഥം പ്രയോഗിച്ചു. തതശൂലം കാലം പ്രതിമരുഷി ദൈത്യേ വിസൃജതി, കാലസമാനനായിട്ട് തൻ്റെ ശൂലം പ്രയോഗിച്ചപ്പോൾ ചക്രം കൊണ്ട് ഭഗവാൻ അതിനെ മുറിച്ചു. ത്വയി ചിന്തത്തേത്, ചിന്തിച്ചേതിച്ചു. കരകലിത ചക്രപ്രകരണാൻ സമാരുഷ്ടോ മുഷ്ട്യാ സകല വിദിതം ത്വാം സമതനോൻ കളന്മായേമായ ത്വയികില ജഗന്മോഹനഗരി. ലോകത്തിലുള്ളവർക്ക് മോഹം ഉണ്ടാക്കും, ഭഗവാൻ ഉണ്ടാക്കില്ല. അങ്ങനത്തെ ചില മായാപ്രയോഗങ്ങൾ അവൻ ചെയ്തു.
അപ്പം എന്തേണ്ടായി? അടുത്ത ശ്ലോകം ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തതോ മായാചക്രേ വിദതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുക്തിപ്രകൃതിഭിർ അഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ആ ചക്രം നല്ല പ്രകാശം പുറപ്പെടുവിക്കുന്നതാണ്. എവിടെ ആ ചക്രം ഉണ്ടോ അവിടെ ഇരുട്ടിൻ്റെ അംശം പോലും നിൽക്കില്ല എന്നാണ്. ഒരു സന്താനഗോപാലത്തിൽ അവിടേക്ക് പോയപ്പോൾ അവിടേക്ക് ഭയങ്കര ഇരുട്ടാത്രേ. ഈ കുഴുതരകളുടെ കഴുത്തിൽ ഭഗവാൻ ഈ ചക്രം ഇട്ട് കൊടുത്തപ്പോൾ അവിടെ മുഴുവൻ പ്രകാശമാനമായി. ഏത് സ്ട്രീറ്റ് ലൈറ്റും എത്ര വോൾട്ടുള്ള ബൾബിനേക്കാളും അതിനൊക്കെ ചില ചൂടും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇതിനാണെങ്കിൽ ഒരു ഉപദ്രവം ഇല്ല. ഇനിയും നല്ല പ്രകാശം ഉണ്ടായപ്പോഴോ ഈ മായ മുഴുവനെ പൊളിഞ്ഞു. ഇതില്ലാത്തതാണ് എന്ന് വ്യക്തമായി. ഈ സിനിമ നല്ലപോലെ എല്ലാ വാതിലുകളും അടച്ചിട്ടാൽ ക്ലിയറായിട്ട് കാണും അല്ലേ? വെളിച്ചൊട്ടുണ്ടാവരുത്. നമ്മുടെ വെളിച്ചം ഉണ്ടാവാതെ വ്യക്തമായിട്ട് കാണും. വാതിലൊക്കെയാണ് തുറന്നാലോ, അതിലൊക്കെ തുറന്നാൽ അവിടെ സ്ക്രീൻ തന്നെ ഉള്ളൂ എന്ന് നമ്മളോട് വിളിച്ചു പറയും അല്ലേ? ധാരാളം വെളിച്ചതിരിക്കേണ്ടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുമോ? അതുപോലെ എന്നർത്ഥം. അത് ഒന്നും ഇല്ലാത്തതാണ് എന്ന് ഭഗവാന്റെ സുദർശന ചക്രം വിളിച്ചു പറയണ പോലെ ആ പ്രകാശം ഹിരണ്യാക്ഷൻ്റെ മായയെ മുഴുവൻ മങ്ങലേൽപ്പിച്ചു. ഭവചക്ര ജ്യോതിഷ്കണ ലവനിപാതേന, ചക്രത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള പ്രകാശത്തിൻ്റെ ആ ആധിക്യം കൊണ്ട് തതോ മായാചക്രേ വിദതഘന രോഷാന്തമനതം, എല്ലാ മായാചക്രങ്ങളും പൊളിയ എന്ന് പറയുമല്ലോ, എല്ലാ മായാചക്രവും ഇല്ലാത്തതാണ്, വ്യാജമാണ് എന്ന് വ്യക്തമായി. ഗരിഷ്ഠാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ഒടുവിൽ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ മുഷ്ടി, ഹിരണ്യാക്ഷനാദ്യം മുഷ്ടി ഇങ്ങോട്ട് പ്രയോഗിച്ചു എന്നാണ് പറഞ്ഞത്. ഭഗവാൻ മുഷ്ടി യുദ്ധത്തിൻ്റെ മോഹം അങ്ങോട്ട് തീർത്തു തരാം, ആ ഇടിയുടെ സ്വാദ് നീ അറിഞ്ഞിട്ടില്ല എന്നങ്ങനെ പറഞ്ഞ് താൻ്റെ മുഷ്ടി അങ്ങോട്ട് ചുരുട്ടിക്കൂട്ടത്തു ചെവിക്കുറ്റി നോക്കിയിട്ട് 4 ഇടി. സ്വപാദാങ്കുഷ്ടേന, ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ കാല് കയ്യാണെന്നാണ് പറയുക. എല്ലാം അങ്ങനെ പറയില്ലേ? പശുവിൻ്റെ കയ്യെന്ന് പറയും. പശുവിന് കൈയുണ്ടോ? മുമ്പിലത്തെ കാലിനെ കയ്യെന്ന് പറയും. അതിന് കയ്യിൻ്റെ സ്ഥാനമാണ്. അതാണ് അതിന് എവിടെയെങ്കിലുമൊക്കെ കയറി നിൽക്കും ചില മൃഗങ്ങൾ, ആടൊക്കെ എന്തെങ്കിലും തിന്നാൻ. പിന്നത്തെ കാലം കൊണ്ടല്ല കയറുക, മുന്നിലത്തെ കാലം അപ്പോൾ കയ്യിൻ്റെ സ്ഥാനമാണെന്ന് കയ്യെന്ന് പറയുക. സ്വപാദാങ്കുഷ്ടേന, അല്ലാണ്ട് കാലുകൊണ്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവോ? അപ്പോൾ ഭഗവാന്റെ മുൻകാലുകളെ കൊണ്ട്, കൈകൾ എന്ന് പറയാവുന്ന മുൻകാലുകളെ കൊണ്ട് എവിടേക്ക് അടിച്ചു? ശ്രവണപദമൂലേ, ചെവിക്കുറ്റിക്ക് കരണക്കുറ്റി നോക്കിയിട്ട് കൊടുക്കുക എന്ന് പറയുമല്ലോ നമ്മൾ, അവിടെ നോക്കിയിട്ട് തന്നെ ഭഗവാൻ അടിച്ചു. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തതോ മായാചക്രേ വിദതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.